നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. ഒരു കുടുംബത്തിലെ 3 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. തൃശ്ശൂരിലാണ് സംഭവം. തൃശ്ശൂർ പേരാമംഗലം അമ്പലക്കാവിൽ താമസിച്ചുകൊണ്ടിരുന്ന വ്യക്തികളെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പുതിയ വിവരം ഇവരുടെ വീട്ടിൽ നിന്ന് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട് എന്നതാണ്. ഈ ഒരു സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. അടാട്ട് മാടശ്ശേരി വീട്ടിൽ സുമേഷ്, ഭാര്യ സംഗീത, മകൻ ഹരിൻ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രവാസിയായിരുന്ന സുമേഷ് 12 ദിവസം മുമ്പാണ് അബുദാബിയിൽ നിന്ന് നാട്ടിലെത്തിയത്. ഇവർ നവംബറിലാണ് പുതിയ വീട്ടിലേക്ക് താമസം മാറിയത്. സുമേഷിനെയും ഭാര്യ സംഗീതയെയും 2 മുറികളിലായി തൂങ്ങി മരിച്ച നിലയിലും കുട്ടിയെ നിലത്ത് പായയിൽ മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. ഓട്ടിസം ബാധിതനായിരുന്നു ഇവരുടെ 9 വയസ്സുള്ള കുട്ടി. മകനെ കൊലപ്പെടുത്തിയ ശേഷം സുമേഷും ഭാര്യയും ആത്മഹത്യ ചെയ്തുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കുട്ടിയുടെ അസുഖം സംബന്ധിച്ച് ഇരുവർക്കും ഏറെ മനപ്രയാസം ഉണ്ടായിരുന്നുവെന്നും മറ്റ് സാമ്പത്തിക ബാധ്യത ഇല്ലെന്നുമാണ് ബന്ധുക്കൾ പറയുന്നത്. വീട്ടിൽ നിന്ന് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തിട്ടുണ്ട്. ബന്ധുക്കൾ ഫോണിൽ വിളിച്ച് കിട്ടാത്തതിനെ തുടർന്ന് അയൽവാസികളെ വിവരം അറിയിക്കുകയായിരുന്നു. അയൽവാസികളെത്തി വാതിൽ തുറന്ന് കയറിയപ്പോഴാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. തുടർന്ന് പോലീസിന് വിവരം അറിയിച്ചു. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്ന് പേരാമംഗലം പോലീസ് അറിയിച്ചു. വീട് തുറക്കാത്തതിനെ തുടർന്ന് അയൽവാസികൾ ബന്ധുക്കളെ വിവരം അറിയിക്കുകയായിരുന്നു. പേരാമംഗലം പോലീസ് സ്ഥലത്തെത്തി വാതിൽ തുറന്ന് കയറിയപ്പോഴാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. 12 ദിവസം മുമ്പാണ് സുമേഷ് വിദേശത്ത് നിന്നും നാട്ടിലെത്തിയത്. കുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്തു എന്നാണ് പ്രാഥമികമായിട്ടുള്ള സംശയം. എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. അതേസമയം ഒരു കുടുംബത്തിലെ 5 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. കോട്ടയം പാല പൂവരണിയിലായിരുന്നു ഈ ഇടയ്ക്ക് ഈ ഒരു സംഭവം ഉണ്ടായത്. അച്ഛനും അമ്മയും 3 കുട്ടികളുമാണ് മരിച്ചത്. ഇവർ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു. വാടക വീട്ടിൽ വെച്ചായിരുന്നു ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായത്. 42കാരനായ ജെയ്സൺ തോമസ്, 28കാരിയായ ഭാര്യ മെറീന, 4 വയസ്സുകാരനായ മക്കളായ ജെറാൾഡ്, 2 വയസ്സുകാരി ജെറീന, 7 മാസം പ്രായമുള്ള ജെറിൽ എന്നിവരാണ് മരിച്ചത്. കഴിഞ്ഞ 1 വർഷമായി ഇവർ പാല പൂവരണിയിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. കിടപ്പുമുറിയിലായിരുന്നു മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഭാര്യയുടെയും മക്കളുടെയും മൃതദേഹം കട്ടിലിൽ രക്തം വാർന്ന നിലയിലായിരുന്നു. മെറീനയുടെ തലയ്ക്ക് പിന്നിൽ വെട്ടേറ്റിട്ടുണ്ടായിരുന്നു. ജെയ്സനെ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. ഭാര്യയെയും മക്കളെയും കൊലപ്പെടുത്തിയ ശേഷം ജെയ്സൺ തൂങ്ങി മരിച്ചതാകാമെന്നാണ് നിഗമനം. എന്നാൽ ഇതിന്റെ കാരണം വ്യക്തമല്ല. ഒരു റബ്ബർ ഫാക്ടറിയിൽ ഡ്രൈവറാണ് ജെയ്സൺ എന്ന് മാത്രമാണ് സമീപവാസികൾക്ക് അറിയാവുന്ന വിവരം. പോലീസ് സംഭവത്തിൽ അന്വേഷണം തുടങ്ങി.